ചെറിയ ഘടകകക്ഷികളെ വൈറ്റ് സൺ ടി വിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഒരുപാട് ഈ ക്ഷുദ്രജീവികൾ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ചില പാർട്ടികളെ നമ്മൾ അത് ജനാധിപത്യത്തിന് ഗുണകരമല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർക്കില്ല. അക്കാര്യത്തിൽ ഭാഗ്യവാന്മാർ BJP ആണ്. പേരിനൊരു BDJS വരെ കൂടെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസിന് ഇത്തവണ സീറ്റ് തിരുവനന്തപുരം സീറ്റ് നൽകാൻ ഇടതുപക്ഷം നൽകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പാർട്ടി DCയുടെ തന്നെ താല്പര്യം അതാണ്. എലത്തൂരിനെ കുറിച്ച് പറയുമ്പോൾ എലത്തൂരിൽ അവിടെ ഈ NCP എന്ന് പറയുന്ന പാർട്ടിയൊന്നുമില്ല. NCPയുടെ നിലവിലുള്ള ഈ 2 സീറ്റുകളും ഇവർ പിടിച്ചെടുക്കും. INLയുടെയും വലിയ രാഷ്ട്രീയ ഭാവിയൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിലവിലുള്ള ചെറു കക്ഷികളിൽ പരിക്കേൽക്കാതിരിക്കാൻ പോകുന്ന 2 പാർട്ടികൾക്കാണ്. അത് ഒന്ന് മാണി കോൺഗ്രസ്സാണ്. പത്തനാപുരത്ത് ഗണേഷ് കുമാർ അല്ലാതെ വേറൊരാളെ LDFന് നിർത്താൻ പറ്റത്തില്ല. ഇപ്രാവശ്യം ഇപ്പം എനിക്ക് വന്ന കോവൂർ കുഞ്ഞുമോനെ ഒന്നുകിൽ CPM മെമ്പർഷിപ്പ് എടുത്താൽ കിട്ടിയത്. KT ജലീൽ മത്സരിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ KT ജലീൽ വീണ്ടും മത്സരിക്കും. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, ചെറിയ ഘടകകക്ഷികളെ വൈറ്റ് സൺ ടി വിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എനിക്ക് തോന്നുന്നു, അല്ലേ? പൊതുവെ ആളുകൾ അവരോടെല്ലാം ഒരു മൃദുവായ സമീപനമാണ് സ്വീകരിക്കാറ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഒരുപാട് ഈ ക്ഷുദ്രജീവികൾ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് ചില പാർട്ടികളെ നമ്മൾ അത് ജനാധിപത്യത്തിന് ഗുണകരമല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർക്കില്ല. പിന്നെ ചുമ്മാ എനിക്ക് ഈ ഒരു വിഷയം ഇരു മുന്നണികളും നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ് ചെറിയ ഘടകകക്ഷികളുടെ. കാരണം ഈ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയന്റെ ഇതിലെ ഗുരുവായൂർ ശിവാജിയാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അതിൽ അഭിനയിച്ചിട്ടുള്ളത് ഈ വെള്ളിമൂങ്ങയ്ക്കകത്ത്. അപ്പോൾ ഈ ബിജുമേനം പോയിട്ട് ചോദിക്കണം 2 സീറ്റ് തരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു മുന്നണിയുണ്ട്, അതിനകത്തൊരു 18 കക്ഷികളും ഉണ്ട്, ഇതുങ്ങൾക്കെല്ലാം സീറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കേരളത്തിലെ ഇരു മുന്നണികൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അക്കാര്യത്തിൽ ഭാഗ്യവാന്മാർ BJP ആണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരാകെ പേരിനൊരു BDJS വരെ കൂടെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. വേറെ ആർക്കും അതിന്റെ അഭിപ്രായങ്ങളൊന്നുമില്ല. പിന്നെ ആരും നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഒന്ന് കൂടെ നിർത്തിയാൽ മതി, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങളില്ല. അപ്പോൾ LDFിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് LDFിലും ഉണ്ട് കുറേയധികം ഇങ്ങനെ ആളില്ല ചെറിയ ഘടകകക്ഷികൾ. അതിൽ ഇപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊക്കെ കുറച്ചൊക്കെ ബഹുമാനം ഇടതുപക്ഷം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എന്താണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കോൺഗ്രസ് എസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടങ്ങ് ആരംഭിക്കുക നല്ലത്. നമ്മൾ കടന്നപ്പള്ളിയുടെ ഒക്കെ പേരിന്റെ കൂടെ വേറെ പലരുടെയും പേരും കൂടി നമുക്ക് പരാമർശിക്കപ്പെടേണ്ടി വരുന്നതിൽ അത് കടന്നപ്പള്ളി ക്ഷമിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തോടുള്ള അനാദരവായിട്ട് എത്തിയിരുന്നു ഇതിൻ്റെ അർത്ഥത്തിൽ. പക്ഷേ കടന്നപ്പള്ളി പോലും മാറി നിൽക്കും, അത് വേറെ കാര്യം. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ജെട്ടി രാജു, ജനാധിപത്യ കോൺഗ്രസ്, കേരള കോൺഗ്രസ് തിരുവനന്തപുരം സീറ്റിൽ കഴിഞ്ഞോളം മത്സരിച്ച് 2 വർഷം മന്ത്രിയൊക്കെ ആക്കി. അങ്ങനെ പുള്ളി UDFിലേക്ക് പുറത്തേക്ക് പോകാതെ LDFിൽ നിന്നതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ LDF അത്യാവശ്യം പിന്നെ ജോസഫ് ഗ്രൂപ്പിലാവുമ്പോഴും വന്നിട്ട് ചാനലിൽ വന്നിട്ട് പിന്നെ അവർക്ക് വേണ്ടി വാദിക്കാൻ കിട്ടിയായിരുന്നു. വാദിക്കാൻ മാത്രമല്ല തൊണ്ടി മാറ്റുന്നതിലും വിദഗ്ധനായിട്ടുള്ള വക്കീലാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കഴിവ് അത്ഭുത സിദ്ധികളുള്ളൊരു വക്കീലാണ്. അങ്ങനെയാണ് ഈ ജെട്ടി രാജു എന്ന പേര് വന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിന് ഇത്തവണ തിരുവനന്തപുരം സീറ്റ് നൽകാൻ ഇടതുപക്ഷം നൽകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പാർട്ടി DCയുടെ തന്നെ താല്പര്യം അതാണ്. തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുകയും ഒന്നുകിൽ ഒരു പൊതുസമ്പന്നനായ സ്വതന്ത്രനെ CPM ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കുക, അല്ലെങ്കിൽ പാർട്ടിയുടെ കാര്യപ്പെട്ട ഒരു നേതാവിനെ മത്സരിപ്പിക്കുക എന്നുള്ളത്. കാരണം അപ്പുറത്ത് VS ശിവകുമാർ കൂടുതൽ ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശിവകുമാറിനെ ഓരോ മണ്ഡലത്തിലേക്കും ശിവകുമാറിന്റെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ അതാത് മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികൾ പറയുന്നത് ഇങ്ങോട്ട് വിടല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ശിവകുമാർ വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തിക്കും, നിങ്ങൾ ശിവകുമാറിനെ ഇങ്ങോട്ട് വിടരുതെന്നാണ് പറയുന്നത്. ശ്രീദേവ് സോമനെ മത്സരിപ്പിച്ചോളം വരെ പറയുന്നത്. അപ്പോൾ ഇതേയും കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ഈ എന്തോന്നാലും പിന്നെ പാറശാല ഇടയ്ക്ക് പരിഗണിച്ചായിരുന്നു. പാറശാല കോൺഗ്രസിനും അതിൽ ഭയങ്കര പ്രയാസത്തിലാണ് നിൽക്കുന്നത്. കാരണം ഈ വിഴുപ്പ് ചുമക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല. പിന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത് ശബരിനാഥനാണ്. ശബരി ഒരു പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറുപ്പക്കാരനാണ്. അപ്പം ജെട്ടി രാജു നിൽക്കുകയാണെങ്കിൽ ശബരിയായിട്ട് മത്സരമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മത്സരം പിന്നെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടുകൂടി ഫലവും പ്രഖ്യാപിക്കാം. അപ്പം തിരുവനന്തപുരത്ത് നിലവിൽ LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോവളത്ത് വിൻസെന്റ് ഉൾപ്പെടെ ബാക്കി എല്ലാ സീറ്റിലും LDF വലിയ തരംഗം സൃഷ്ടിച്ചതാണ്. അതിൽ കോവളം ഉൾപ്പെടെ പിടിച്ചെടുക്കുക എന്നുള്ള പിന്നെ ടാർഗറ്റാണ് അവരുടെ മുമ്പിലുള്ളത്. കോവളം ഉൾപ്പെടെ അത് ഈ പ്രാവശ്യം നീലന്റെ പാർട്ടിക്കൊന്നും കൊടുക്കത്തില്ല. നീലനായാലും മഞ്ഞയ്ക്കായൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അത് CPM ഏറ്റെടുത്തൊരു പൊതുസം തന്നെയായിരിക്കും അവിടെയും വിൻസെന്റിനെതിരെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിലവിലുള്ള തിരുവനന്തപുരം നിലനിർത്തി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ നിലനിർത്തുകയും പാറശാലയും പിന്നെ നെയ്യാറ്റിൻകരയും ഉൾപ്പെടെയുള്ള സകല മണ്ഡലങ്ങളും നിലനിർത്തുകയും ഇടയ്ക്ക്
കഴിഞ്ഞ തവണ പിന്നെ കോൺഗ്രസിൽ നിന്ന് ശബരിയെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത അരുവിക്കര ഇപ്രാവശ്യം സ്റ്റീഫൻ തന്നെ വീണ്ടും ജയിക്കും, യാതൊരു സംശയവുമില്ല. മണ്ഡല അവലോകനത്തിലേക്ക് ചെറിയ കക്ഷികളിലേക്ക് വരാം. ആന്റണി രാജുവിന് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇതുവരെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. അടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇവരുടെ ഈ സംവിധാനത്തിനകത്തുള്ള ഒരു കക്ഷി എന്ന് പറയുന്നത് പവാറിന്റെ പാർട്ടി NCP. അതും എന്തോ ഒരു പിന്നെ കോൺഗ്രസിന്റെ തന്നെ ഇന്ന് പിരിഞ്ഞു പോകുന്ന കുറച്ച് ടീമൊക്കെ ആയിരുന്നു. അത് പിന്നീടാണ് NCPയിലുമായിട്ട് ചേർന്ന് ലയിക്കുന്നത്. PC ചാക്കോ പവാറുമായിട്ടുള്ള പാർലമെന്റിൽ നിന്നുള്ള സൗഹൃദം വെച്ചിട്ട് അതിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു. പിന്നെ കഴിഞ്ഞ തവണ ഏറ്റുമാനൂരിൽ സീറ്റ് കിട്ടാതിരുന്നപ്പോൾ തലമുട്ടയടിച്ച ലതിക സുഭാഷിന് സ്റ്റേറ്റ് കാറും ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള 2 MLA-മാരെന്ന് പറയുന്നത് അവർ മത്സരിച്ചത് ഏതൊക്കെ സീറ്റിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എലത്തൂര് പിന്നെ ഇയാൾ ജയിച്ചു, ശശീന്ദ്രൻ ജയിച്ചു. പിന്നെ കുട്ടനാട് തോമസ് കെ ചാണ്ടി, പിന്നെ തിരൂരാണെന്ന് എനിക്ക് തോന്നുന്നു. മുസ്ലിം ലീഗിന്റെ ഒരു സ്ട്രോങ് സീറ്റിലാണ് മത്സരിച്ചിട്ടുള്ളത്. അത് NA മുഹമ്മദ് കുട്ടിയാണ് മത്സരിച്ചിരുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അല്ല അത് പിന്നെ മത്സരിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി നിൽക്കുന്ന കുറെ പേരുണ്ട്. അപ്പോൾ നമ്മളോട് തന്നെ ചിലർ പറയാറുണ്ട് ഒരു പ്രാവശ്യം ഒന്ന് മത്സരിച്ചാൽ മതി എന്നുള്ളത് ആഗ്രഹം പറയാറുണ്ട്. അപ്പം എൻ്റെ പേരും പറയണമെന്നൊക്കെ പറയാറുണ്ട്. അത് ജില്ലാ പഞ്ചായത്തും ഡിവിഷനിലും ഒക്കെ പറയുന്നുണ്ട് നിയമസഭയിലോട്ടൊക്കെ. അപ്പോൾ കുട്ടികളെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് കിട്ടിയ 3 സീറ്റിൽ 2 സീറ്റിൽ അവർ ജയിച്ചു. എലത്തൂരിനെ കുറിച്ച് പറയുമ്പോൾ എലത്തൂരിൽ അവിടെ ഈ NCP എന്ന് പറയുന്ന പാർട്ടിയൊന്നുമില്ല. അവിടെ വലിയ 10,000ങ്ങളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. പക്ഷെ അവിടെ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ആ മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ CPM-ന് ആരെ കൊണ്ട് നിർത്തിയാലും ജയിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ മണ്ഡലം. എലത്തൂര് AK ശശീന്ദ്രന് വയസ്സുകാലത്തുള്ള ആദരവ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സ്വന്തം പാർട്ടി ആവശ്യപ്പെട്ടിട്ടും PC ചാക്കോ വരെ പുള്ളിയെ മാറ്റിയിട്ട് പുള്ളിക്ക് ഒരു ടൈം ബാക്കി 2.5 വർഷം തോമസ് കെ തോമസ് നമ്മുടെ മറ്റേ കുവൈറ്റ് ചാണ്ടിയുടെ അനിയൻ പുള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും കൊടുക്കാതെ പുള്ളിയെ കൊടുത്തിരിക്കുന്നത് അവസാന കാലത്ത് നമ്മൾ ഈ കുടിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നവർക്ക് നമ്മൾ പത്മഭൂഷണോ അങ്ങനെ എന്തൊക്കെ കൊടുക്കും, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്ന പോലെയുള്ള ആ ഒരു ആദരവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളതാണ്. അടുത്ത ടൈം പുള്ളിക്ക് ഇനി ഒരു അംഗത്തിനുള്ള വാല്യൂ ഇല്ല. ആ സീറ്റിട്ട് ആ പാർട്ടിക്ക് കൊടുക്കാനും പോകുന്നില്ല. CPM ആ സീറ്റ് ഏറ്റെടുക്കും. സമാനമായ സാഹചര്യം കുട്ടനാട്ടിലും ഉണ്ടാവും. കുട്ടനാട് സീറ്റും ഇങ്ങ് ഏറ്റെടുക്കും. കാരണം പുള്ളിയെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ആക്കിയിട്ടില്ല. അത് മാത്രമല്ല കുട്ടനാട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ അവരുടെ സ്ഥാനാർത്ഥി പ്രാവശ്യം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരിക്കും വരാൻ സാധ്യത എന്നുള്ളതാണ്. കാരണം എല്ലാ രീതിയിലും പിന്നെ ആളും പടവും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പം തദ്ദേശീയനായ ഒരാളെ അവിടെ പിന്നെ CPM സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനായിരിക്കും പരിഗണിക്കുക. അങ്ങനെ പരിഗണിക്കപ്പെടുമ്പോൾ അതുമാത്രമല്ല എപ്പോഴെങ്കിലും പിന്നെ ഓണത്തിനും സംക്രാന്തിക്കും മാത്രം വരുന്ന അതുപോലും പിന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം. എറണാകുളത്താണ് താമസിക്കുന്നത്. പക്ഷേ മഹാബലിയെ പോലെ വർഷത്തിൽ ഒരു ദിവസം ഒക്കെയാണ് മണ്ഡലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. കാരണം അങ്ങനെയാണ് പുള്ളി ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലല്ലെങ്കിലും വേറെ ഏതൊരു നാളിലാണ് പോകുന്നത്. ഏറ്റവും വലിയ ആഗ്രഹമാണ് മന്ത്രിയാവുക എന്നുള്ളത്. മന്ത്രി പോയിട്ട് അടുത്ത പ്രാവശ്യം MLA ആവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ UDF-ൽ ഏതെങ്കിലും ജയിക്കാൻ പറ്റുന്ന സീറ്റ് അവർ വിട്ടു കൊടുക്കണം. അതിനിപ്പോൾ അവിടെ തന്നെ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ പിന്നെ ഈ വിഴുപ്പോണം നിൽക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. അതുകൊണ്ട് തോമസ് കെ തോമസിന് പിന്നെ മത്സരിക്കാൻ തന്നെ ഒരവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എവിടെയും. തോമസ് കെ തോമസിന് ഇപ്പൊ UDF-ലേക്ക് പോയാലും UDF കുട്ടനാട് സീറ്റ് വിട്ടു കൊടുക്കത്തില്ല എന്തായാലും. അല്ല UDF-ലേക്ക് ധർമ്മടത്തൊക്കെ പോയി മത്സരിക്കാൻ പറ്റും. പിണറായി വിജയനെതിരെ കാരണം അല്ലെങ്കിൽ മട്ടന്നൂര് എന്നെ മന്ത്രിയാക്കിയില്ല, അതിൽ പ്രതിഷേധിച്ച് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ 2 സീറ്റുകളും അവരുടെ NCPയുടെ നിലവിലുള്ള ഈ 2 സീറ്റുകളും ഇവർ പിടിച്ചെടുക്കും. പകരം കഴിഞ്ഞ തവണ മലപ്പുറത്ത് എവിടെയോ കൊടുത്തെന്ന് പറയുന്ന പിന്നെ 10,000ങ്ങളുടെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ അല്ല ആ സീറ്റ് ഇനിയിപ്പോ കൊടുത്താലും അതിൽ ഒരു സീറ്റ് അതന്നെ കൊടുത്തു നോട്ടിക്കും. അതിപ്പോ CPM തലകുത്തി പറഞ്ഞാലും ജയിക്കാത്ത സീറ്റാ അവിടെ മത്സരം ഉണ്ടാക്കാൻ പോലെ നിലവിൽ CPM പിന്നെ മത്സരിച്ച് വിജയിക്കുന്ന സീറ്റുകൾക്ക് പുറമെ ഇപ്പോൾ UDF-ന്റെ കയ്യിലുള്ള ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലൂടെ കൂടെ അവർ പിടിച്ചെടുത്ത നിലമ്പൂരും അതേപോലെ വണ്ടൂരും പ്രത്യേക മണ്ഡലങ്ങളിൽ മാത്രമേ ഒരു മത്സരത്തിനുള്ള സ്കോപ്പുള്ളൂ. മറ്റുള്ളതൊന്നും മലപ്പുറം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തല കുത്തി മറിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത മണ്ഡലങ്ങളാണ്. ആ സീറ്റ് കൊടുത്തെന്ന് വരും. പകരം ഈ 2 സീറ്റ് അങ്ങ് ഏറ്റെടുക്കുകയും ഒരു പക്ഷേ PC ചാക്കോയ്ക്കും ഈ പറഞ്ഞ പോലെ അവസാന കാലത്ത് ഒരു സമാശ്വാസ സമ്മാനം എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ UDF തുടർച്ചയായിട്ട് ജയിച്ചു കഴിഞ്ഞ ജോസ് തെറ്റലിന് ശേഷം പിന്നീട് UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന അങ്കമാലി സീറ്റ് ഒരു പക്ഷേ PC ചാക്കോയ്ക്ക് മത്സരിക്കാൻ നൽകുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ചാലക്കുടി MP ആയിരുന്നു. തൃശ്ശൂർ MP അല്ല ചാലക്കുടി 3 കൊടുത്ത് വന്നപ്പോഴാണ് തോറ്റുപോയത്. അങ്ങനെയാണ് 2 കളഞ്ഞു. പാവം ധനപാലനെ മാറ്റിയിട്ട് ഇങ്ങനെ ഇപ്പുറത്തെ സീറ്റ് വെച്ച് മേടിച്ചു 2 കളഞ്ഞു. പുള്ളി മത്സരിക്കാത്ത മണ്ഡലങ്ങളൊന്നുമില്ല. അങ്ങനെയാണ്. പുള്ളി മുഖന്തുപുരത്തിന്റെ MP ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ പുള്ളി തൃശ്ശൂർക്ക് പോയത്. തൃശ്ശൂർക്ക് പോയതിനു ശേഷം അവിടെ തോൽക്കുമെന്നായപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ ചാലക്കുടിയിലേക്ക് വന്നത്. അപ്പോഴാണ് ധനപാലനെ മാറ്റിയത്. ധനപാലനെ തൃശ്ശൂർ. അപ്പൊ 2 പേരും തോറ്റു. ധനപാലനാണെങ്കിൽ ചാലക്കുടി അത് ജയിച്ചു കയറി പോകുന്നത് ലോക്സഭയിൽ എത്തത്തില്ല. അപ്പൊ PC ചാക്കോയ്ക്ക് പിന്നെ മുകളിലുള്ള ഇന്ത്യ സഖ്യത്തിലൊക്കെ പവാറും ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഉള്ള ഒരു ബന്ധത്തിന്റെ ഒക്കെ പുറത്ത് ഒരു പക്ഷേ വേണമെങ്കിൽ PC ചാക്കോയോട് പറയും 3 സീറ്റ് എന്നുള്ളത് 2 സീറ്റേ തരത്തുള്ളൂ. എലത്തൂരും കുട്ടനാടും 2 സിറ്റിംഗ് സീറ്റാ, 2 ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണ്.
അത് രണ്ടും ഞങ്ങൾ ഇങ്ങെടുക്കും, പകരം നിങ്ങൾക്കും അങ്കമാലിയിലും ഫൈറ്റ് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീറ്റിൽ പക്ഷേ വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഇവരെയും കൂടെ കൺവിൻസ് ചെയ്യണം, മാത്യു തോമസ് വിഭാഗം. അതെ, അപ്പോൾ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. മറ്റേ ഒന്നും ചെയ്യാനും പറ്റത്തില്ല, പ്രതിരോധിക്കാൻ കഴിയത്തില്ല. ശശീന്ദ്രൻ അതിന് ഓക്കെ ആയിരിക്കും. ആ ഒരു ധാരണ CPM ഉണ്ടാക്കി വെച്ചതിൻ്റെ പുറത്ത് തന്നെയാണ് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് പാർട്ടി മാറ്റാൻ പറഞ്ഞിട്ട് പോലും തുടരാൻ അനുവദിക്കുന്നത്. പിന്നെ ശശീന്ദ്രൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അംഗീകാരമായി. പിന്നീട് അതേപോലെ പിന്നെ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കടന്നപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ പാർട്ടി എന്ന് പറഞ്ഞാൽ പാവം കടന്നപ്പള്ളി മാത്രമേ ഉള്ളൂ. ഒരു പാവം മനുഷ്യനാണ്, ആർക്കും ഒരു ദ്രോഹവും ഇല്ല, പ്രത്യേകിച്ച് ഉപകാരവും ഇല്ല, ഉപദ്രവവും ഇല്ല, ഉപകാരവും ഇല്ല, ഒന്നുമില്ല. ആ മനുഷ്യനെ കുറിച്ച് ഇന്ന് വരെ മോശപ്പെട്ട നമുക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാത്ത ഒരു വ്യക്തി കൂടിയാണ് ഈ കടന്നപ്പള്ളി. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമുക്കൊക്കെ പക്ഷേ നിർഗുണ പരബ്രഹ്മമാണെന്നുള്ളതാണ്, വേറെ പ്രത്യേകിച്ച് ഗുണവുമില്ല. പക്ഷെ ദോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ ഗുണമായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിനകത്ത് നോക്കുമ്പോൾ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല, വേറെ എന്തെങ്കിലും ഇല്ല, ഒരു വിടുവായത്തരം പറയാറില്ല, ആരടുത്തും പിന്നെ അഹങ്കാരം കാണിക്കാറില്ല, ധാർഷ്ട്യമില്ല, ഒന്നുമില്ലാത്ത. അപ്പം അദ്ദേഹത്തിനും പിന്നെ അവസാന കാലത്ത് നൽകിയ ആദരവ് തന്നെയാണ് അദ്ദേഹത്തിനും വേണ്ട രീതിയിലുള്ള പരിഗണന നൽകി എന്നുള്ളത്. ആ സീറ്റും അവരിങ്ങേറ്റെടുക്കും. കണ്ണൂരാണ് അദ്ദേഹം ജയിച്ചു വരുന്നത്. കണ്ണൂർ പക്ഷേ സീറ്റ് CPM ഏറ്റെടുക്കുമ്പോൾ അവിടെ നിർത്താൻ പറ്റിയ കാൻഡിഡേറ്റ് ആരാണെന്നുള്ളതാണ്. ഒന്നുകിൽ ഷാജറിനെ നിർത്തി മത്സരിപ്പിക്കണം, അങ്ങനെ വരണം. അപ്പൊ എന്തായാലും അതിന് ബദൽ സംവിധാനം CPM കണ്ടെത്തും. അല്ലെങ്കിൽ ഒരുപാട് യുവജന നേതാക്കന്മാരുണ്ടല്ലോ. സുധാകരനും അബ്ദുള്ളക്കുട്ടിയൊക്കെ ജയിച്ച മണ്ഡലമോ നിസ്സാര മണ്ഡലമല്ല കണ്ണൂര്. കോൺഗ്രസിനകത്തും അതുപോലെ എന്താ പറയുക, അവിടെ കണ്ണൂര് നിർത്താൻ പറ്റുന്നൊരു ഫേസ് ഉണ്ടോ? അവിടെ ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പൊ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ പരിഗണിക്കാൻ സാധ്യതയുള്ള റിജിൽ മാക്കുറ്റി ആയിരിക്കും ഒരു പക്ഷേ. പക്ഷേ അപ്പുറത്ത് നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല പ്രശ്നം തന്നെയാണ് അവിടെ. എന്നാലും കടന്നപ്പള്ളിയിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കുമ്പോൾ CPM നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ അവർ കണ്ടുവെക്കും. ഒരു സീറ്റ് നിലനിർത്തുക എന്നുള്ളതായിരിക്കുമല്ലോ ഇപ്പൊ അവർ കയ്യിലിരിക്കുന്ന സീറ്റ്. അതേപോലെ തന്നെ പിന്നീട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആന്റണി രാജുവിൻ്റെ കാര്യം നമ്മൾ തീരുമാനമാക്കി, പിന്നെ ഇവരെ കാര്യം NCPയുടെ കാര്യം തീരുമാനമാക്കി. അല്ല, ചില ആൾക്കാർ കമന്റ് വന്ന് എഴുതുന്ന മുന്നണി യോഗം ഒന്നും കൂടല്ല, സീറ്റുകൾ വിഭജിച്ചു കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ രണ്ടും കൂടെ ഇരുന്നിട്ട് അഭിപ്രായം പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ. നമ്മൾ പറയാൻ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. അല്ല, ഈ പറയുന്ന കാര്യത്തിൽ 60% സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമന്റ് ഇട്ടവന്മാരെല്ലാം തിരുത്തി പറയണം. പിന്നെ തമ്പനയിൽ നോക്കിയിട്ട് കമന്റ് പറയുന്നത് അത് നോക്കേണ്ട ആവശ്യമില്ല. കണ്ടന്റ് മുഴുവൻ കേൾക്കാതെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കടന്നപ്പള്ളി രാമേന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിൽ തന്നെ ബാലകൃഷ്ണപിള്ള ഒരു സ്ഥാനത്തും ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആദരവും അംഗീകാരവും ജനങ്ങളെല്ലാം കിട്ടും. അതേപോലെ തന്നെ കടന്നപ്പള്ളിക്ക് അത് കിട്ടും എന്നുള്ളത് തന്നെയാണ്. പിന്നീടുള്ളത് INLന്റെ ആണ്. INLന്റെ മത്സരിച്ച് INL ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ് മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോയി പോകുമ്പോൾ PM അബൂബക്കറും ബീരാനും കൂടെ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പക്ഷേ രണ്ടിടത്തും ബൈ ഇലക്ഷൻ നടന്നപ്പോൾ PM അബൂബക്കറിന്റെ സീറ്റിൽ പിന്നെ ഗുരുവായൂർ അന്ന് PT കുഞ്ഞുമുഹമ്മദ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് വിജയിക്കുന്നു. പിന്നീട് ഇന്ന് വരെ അവിടെ LDF പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഉള്ള MLA തന്നെ വീണ്ടും മത്സരിക്കാനാണ് അദ്ദേഹം ഒരു ടൈമായിട്ടുള്ളതുകൊണ്ട് ഇനി ഇത്തവണയും അദ്ദേഹം തന്നെ മത്സരിക്കാനാണ് സാധ്യത. അപ്പോൾ INLനെ സംബന്ധിച്ചിടത്തോളം INLന് അന്ന് വിട്ടുപോകുന്ന INL ആകെ ഇവർ 4-3-7 പേരേ ഉള്ളൂ. അതിനകത്താണ് ഈ NCPയുടെ കാര്യം പറഞ്ഞ പോലെ തമ്മിലടിയാ, പാരയാ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ നൂർബില റഷീദ് ആയിരുന്നു കോഴിക്കോട് 2-ൽ, അതായത് പഴയ കോഴിക്കോട് സൗത്തില് ലീഗിന്റെ കാൻഡിഡേറ്റ്. അപ്പം ഒരു വനിത നിന്നപ്പം ഈ മുസ്ലിം വിഭാഗത്തിലെ യാഥാസ്ഥിതികരായ ചില ആളുകൾക്ക് സ്ത്രീകൾ അങ്ങനെ രാഷ്ട്രീയത്തോട് വരുന്നതിനോട് വിയോജിപ്പുള്ള യാഥാസ്ഥിതികരായ ചില വല്ലാക്കന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നൂർബിന റഷീദും അതിനു മുമ്പ് ഗവർണർ നിസാ അൻവറും ഒക്കെ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടത്. ഇത്തവണ അവിടെ ലീഗ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർക്ക് ആ മണ്ഡലം പിടിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം അവർക്ക് കോഴിക്കോട് നോർത്തിലും ഉണ്ട്, ഒന്നിലും ഉണ്ട്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ആയിട്ടിരിക്കുന്ന സീറ്റിൽ അവിടെ ഇപ്പം വീണ്ടും അഭിജിത്ത് തന്നെ വരും. അത് രണ്ടും അവർ UDF പ്രതീക്ഷ വെച്ചിരിക്കുന്ന സീറ്റ്. അപ്പോൾ അവിടെ അഹമ്മദ് ദേവർകോവിലിന് ഇത്തവണ സീറ്റ് കൊടുക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. 2 വർഷം മന്ത്രിയാക്കി ഒക്കെയാക്കി INLന് സീറ്റേ ഉണ്ടാവത്തില്ല. കൊടുക്കുകയാണെങ്കിൽ ലീഗിൻ്റെ ഏതെങ്കിലും കോട്ടയെ കൊണ്ടുപോയിട്ട് സീറ്റ് കൊടുക്കും. മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള കോട്ടകൾക്കകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി സീറ്റ് കൊടുക്കും. അതല്ലെങ്കിൽ കൊടുവള്ളിയിലോ അവിടെ എവിടെയും സീറ്റ് കൊടുക്കും. കൊടുവള്ളിയൊക്കെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. ഇത്തവണ എനിക്ക് തോന്നുന്ന ഒരു കൊടുവള്ളിയിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി UDF നേടാൻ സാധ്യതയുണ്ട്. ടൈറ്റ് ഫൈറ്റിൽ നിന്ന് ചിത്രം മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പുറത്ത് കുന്നമംഗലത്ത് ടൈറ്റ് ഫൈറ്റ് വരികയും ചെയ്യും LDFന്. അങ്ങനത്തെ സ്ഥിതിയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പ്രാദേശികമായിട്ട് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ നിൽക്കുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കളികൾ അയ നേതാക്കന്മാരുടെയും ആശ്രയിച്ചിരിക്കും UDFന്റെ ബാക്കിയുള്ള സാധ്യതകൾ എന്നുള്ളത് വേറൊരു ചിത്രം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ CPM ഏറ്റെടുക്കുകയും CPMന്റെ ഒരു കാൻഡിഡേറ്റിനെ പൊതുസ്വതന്ത്രനെ അവിടെ നിർത്തുകയും ചെയ്യാനാണ് സാധ്യത. അഹമ്മദ് ദേവർകോവിലിന് സീറ്റ് വീണ്ടും നൽകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. INLന്റെയും വലിയ രാഷ്ട്രീയ ഭാവിയൊന്നും ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ശ്രേയാംസ് കുമാറിന്റെ വിഭാഗത്തിന് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ കൽപ്പറ്റയെ കൊടുത്തത്. ഒന്ന് നിലവിലുള്ള MLA CK ശശീന്ദ്രനെ മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട പിന്നെ ശ്രേയാംസ് കുമാറിനെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള വലിയൊരു നീക്കം നടത്തി. അവർ തിരിച്ച് LDFലേക്ക് വന്ന സമയത്ത് അവിടെയും കൊടുത്തു, വടകര കൊടുത്തു, കൂത്തുപറമ്പ് കൊടുത്തു. പക്ഷെ സ്ഥിതി എന്ന് വെച്ചാൽ വടകരയിൽ ഇവരെ കയ്യിൽ നിന്ന് പോയി, കൽപ്പറ്റ ഇവരെ കയ്യിൽ നിന്ന് പോയി, കൂത്തുപറമ്പിൽ ജയിച്ചു.
കൂത്തുപറമ്പിൽ കെ പി മോഹനൻ ജയിച്ചു. പക്ഷെ കഴിഞ്ഞ ദിവസം കെ പി മോഹനെ പെണ്ണുങ്ങൾ ഉൾപ്പെടെ തെരുവിലിട്ട് പിന്നെ നല്ല പോലെ കൈകാര്യം ചെയ്ത് വിട്ടിട്ട്. പക്ഷേ ഈ കെ പി മോഹൻ ഒരു കളരിയാശാനാണ്. കൂടാതെ തന്നെ കൂത്തുപറമ്പിൽ അത്യാവശ്യം ജനസ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അല്ല, അത് പഴയ പി ആർ ഗ്രൂപ്പിന്റെ ആ തളമ്പൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കെ പി മോഹൻ ആ ധിക്കാരത്തിലാണല്ലോ കയറി ചെന്ന് അടിച്ചോലെ തിരിച്ചടിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. ഒരു MLA ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ട് കേരളത്തിൽ അത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അതാലോചിക്കുക. അപ്പം അത്രയേ ഉള്ളൂ വില. അപ്പം എന്താണെന്ന് വെച്ചാൽ LDF വേണമെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നിൽക്കാം, എന്തായാലും നിങ്ങൾ ചോദിച്ച സീറ്റുകളും തരാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് ഒന്ന് കൂത്തുപറമ്പ് പോലും CPM ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകും. കൽപ്പറ്റ ഇടതുമുന്നണി വേറെ സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. ശ്രേയാംസ് കുമാറിന് ഒരു സാധ്യത കാണാത്ത സ്ഥിതിക്ക്. കാരണം ശ്രേയാംസ് കുമാർ മറ്റേ തോണിയിലും കാലിട്ടെന്നുള്ളത് ഇവർക്കറിയാം. അവിടെ ശ്രേയാംസ് കുമാർ UDF-ലേക്ക് അടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ ഒരു വശത്ത്. അപ്പോൾ വിശ്വാസ്യത ഇല്ലാത്ത ഒരാളാകുമ്പോൾ ഒരു തൂക്ക് നിയമസഭ വന്നാൽ, അപ്പോൾ അങ്ങനെ വരുമ്പം അവർ ശ്രേയാംസ് കുമാറിൻ്റെ അടുത്ത് പിന്നെ വേണമെങ്കിൽ മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ളത് വടകര വീണ്ടും വേണമെങ്കിൽ വിട്ടുകൊടുക്കാനോ നല്ല സ്ഥാനാർത്ഥി നിർത്താൻ അവർ തന്നെ ചിലപ്പോൾ നല്ല സ്ഥാനാർത്ഥിയെ അവർ തന്നെ സജസ്റ്റ് ചെയ്യും. കാരണം KK രമയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഇതിലേക്ക് വരും. മാത്രമല്ല KK രമയ്ക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ആനുകൂല്യം ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ഷാഫി പറമ്പലിൻ്റെ ആ വിഷയത്തിലൊക്കെ ആദ്യം KK രമയാണ് പിന്നെ വല്ലാതെ വൈകാരികമായിട്ട് പിന്നെ പ്രതികരിച്ചത്. സ്വാഭാവികമായി അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ചില വോട്ടുകളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ആ വോട്ടുകൾ പോകും. അപ്പോൾ ആ മണ്ഡലം പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടതുപക്ഷം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി അവതാളത്തിലാവും. അല്ലെങ്കിൽ പിന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യും. കുന്നമംഗലം സീറ്റിലും വടകര സീറ്റിലും LDF-നും പിന്നെ CPM-നും കൂടി സ്വീകാര്യനായ ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ട് ശ്രേയാംസ് കുമാർ പാർട്ടിയുടെ തലവനായിട്ട് തുടരുകയും എന്നാൽ 2 MLA-മാർ കിട്ടാൻ സാധ്യതയുള്ള പാർട്ടിയുടെ നേതാവായിട്ട് ഇരിക്കുകയും ചെയ്യാമെന്നുള്ളതായിരിക്കും. പക്ഷേ കൂത്തുപറമ്പിൽ മോഹന് സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കാണുന്നില്ല. നിലവിലുള്ള ചെറു കക്ഷികളിൽ പരിക്കേൽക്കാതിരിക്കാൻ പോകുന്ന 2 പാർട്ടികൾക്കാണ്. LDF-നകത്ത്, UDF-ലെ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. LDF-നകത്ത് അത് ഒന്ന് മാണി കോൺഗ്രസ്സാണ്. മാണി കോൺഗ്രസ് കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ മത്സരിച്ചു, 5 സീറ്റുകളിൽ വിജയിച്ചു. 12 സീറ്റിൽ 1 വനിതയായിരുന്നു മത്സരിച്ചത്. 12-ൽ 5 എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ 50% വിജയമില്ല. 50% താഴെയാണ് വിജയം കിട്ടിയിട്ടുള്ള വിജയ ശതമാനം. പക്ഷേ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവരുടെ നില എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ 12 എന്നുള്ളത് ഇപ്പോൾ ഒരു സീറ്റ് ഇവിടെ കൊടുത്തിട്ട് 13 സീറ്റാക്കാനും സാധ്യതയുണ്ട്. മാണി ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യും. പിന്നെ ഒരേ ഒരു അംഗം മാത്രമേ ഉള്ളെങ്കിലും പത്തനാപുരത്ത് ഗണേഷ് കുമാർ അല്ലാതെ വേറൊരാളെ LDF-ന് നിർത്താൻ പറ്റത്തില്ല. പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് പകരം നിർത്താൻ പറ്റിയ കാൻഡിഡേറ്റിൽ പല വട്ടമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുക. മുന്നണി ഏതായാലും ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അവിടെ മണ്ഡലത്തിൽ അങ്ങനെയാവും. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ സ്ഥാനം സുരക്ഷിതമാണ്, മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനം സുരക്ഷിതമാണ്. ബാക്കിയുള്ളവരുടെ ഒക്കെ പിന്നെ അവസ്ഥ മോശമാണ് എന്നുള്ളതാണ് കോവൂർ കുഞ്ഞുമോൻ്റെ അവസ്ഥ എന്തായിരിക്കും? കോവൂർ കുഞ്ഞുമോൻ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് മന്ത്രിയായിട്ടേ കല്യാണം കഴിക്കുള്ളതാണ്. ഇപ്രാവശ്യം ഇപ്പം പിന്നെ എനിക്ക് വന്ന കോവൂർ കുഞ്ഞുമോനെ ഒന്നുകിൽ CPM മെമ്പർഷിപ്പ് എടുത്ത് കിട്ടിയത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. അതായത് ഒരു തൂക്ക് നിയമസഭ വന്നാൽ പോലും ചാഞ്ചാടാൻ അവസരം കിട്ടാത്ത രീതിയിൽ. പക്ഷേ LDF സീറ്റ് നിശ്ചയിച്ചാൽ കോവൂർ കുഞ്ഞുമോൻ നേരെ UDF-ന്റെ സ്ഥാനാർത്ഥിയാവും. RSPയുടെ ഔദ്യോഗിക വിഭാഗത്തിനോടൊപ്പം ചേരും. അപ്പോൾ ഒരു സീറ്റ് കൂടെ കൂടുതൽ അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ചവറയ്ക്ക് പുറമെ ഈ സീറ്റ് കൂടെ കുഞ്ഞുമോനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കൊണ്ടുവരാനുള്ള സാധ്യത കാണാം. അപ്പോൾ ഇതായിരിക്കും അതിനകത്തുണ്ടാകുന്ന സ്ഥിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി KT ജലീലാണ് പിന്നീടുള്ളത് സ്വതന്ത്രനായിട്ടുള്ളത്. KT ജലീൽ മത്സരിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ KT ജലീൽ വീണ്ടും മത്സരിക്കും. KT ജലീൽ അതല്ല എനിക്ക് ഇന്ന് ഒഴിഞ്ഞേ തീരും എന്നുള്ള നിർബന്ധ ബുദ്ധി പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റൊരാൾക്ക് അവിടെ സ്കോപ്പ് ഉള്ളത്. അങ്ങനെ വന്നാൽ ആ സീറ്റിൽ UDF-ന് വലിയ സാധ്യതയുമാണ്. KT ജലീലിന് പകരം പ്ലേസ് ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ തവനൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് ഒരാളുമില്ല എന്നത് യാഥാർത്ഥ്യമാണ്.